നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. നയഗ്ര മലയാളി സമാജം സംഘടിപ്പിച്ച ഭാരതത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കാനഡയിൽ നടത്തിയ പരേഡിൽ കേരളത്തിന്റെ ഫ്ലോട്ട് 1ാം സ്ഥാനത്തെത്തി. ഡൽഹി അവതരിപ്പിച്ച ഫ്ലോട്ട് 2ാം സ്ഥാനത്തും ചിരവൈരികളായ ആന്ധ്രാപ്രദേശും തെലങ്കാനയും സംയുക്തമായി അവതരിപ്പിച്ച ഫ്ലോട്ട് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഹാമിൽട്ടണിലെ സെന്റ് ജോസഫ് സീറോ മലബാർ ഇടവക സംഘടിപ്പിച്ച വോളിബോൾ ടൂർണമെന്റ് അത്യന്തം ആവേശം വിതറിക്കൊണ്ട് പരിസമാപിച്ചു. 3 വിവിധ ഇനങ്ങളിലായി മത്സരിച്ച ടീമുകൾ എല്ലാം തന്നെ കളിക്കളത്തിലെ വീറും പാശയും കെടാതെ സൂക്ഷിച്ചപ്പോൾ മത്സരങ്ങൾ ഒന്നിനൊന്ന് കാഴ്ചക്കാരെ ആവശ്യത്തിൽ ആറാടിച്ചു. ജനറൽ കാറ്റഗറിയിൽ പങ്കെടുത്ത 7 ടീമുകളെയും പിന്നിലാക്കി NISC ചാമ്പ്യന്മാരായപ്പോൾ ലണ്ടൻ ഫാൽക്കൺസ് 2ാം സ്ഥാനക്കാരായി. 40+ കാറ്റഗറിയിൽ കനേഡിയൻ ലയൺസ് 1ാം സ്ഥാനം നേടിയപ്പോൾ ലണ്ടൻ ഫാൽക്കൺസ് 2ാം സ്ഥാനം നേടി. പ്രകടനം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും മികച്ച വിജയമായ ടൂർണമെന്റിൽ ജേതാക്കളായ ഇവരെയും ഇടവക അനുമോദിച്ചു. ഭവനരഹിതരുടെ കാര്യങ്ങൾക്കായി മന്ത്രി വേണമെന്ന് ഓന്റാരിയോ മുനിസിപ്പാലിറ്റികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഓന്റാരിയോയിലെ അസോസിയേഷൻ ഓഫ് മുനിസിപ്പാലിറ്റികളിൽ നിന്നുള്ള നേതാക്കൾ ഞായറാഴ്ച ഒട്ടാവയിൽ ഓർഗനൈസേഷന്റെ വാർഷിക സമ്മേളനം ഉച്ചകോടിയുടെ മുൻഗണനകൾ വ്യക്തമാക്കുന്നതിനുള്ള വാർത്താ സമ്മേളനത്തോടെ ആരംഭിച്ചു. ഭവനരഹിതരുടെ വൈഷമ്യങ്ങൾ മുനിസിപ്പാലിറ്റികളുടെ ബാധ്യത ആകാതിരിക്കാൻ ഭവനരഹിതർക്കായി പ്രത്യേക വകുപ്പും മന്ത്രിയും ഉണ്ടാവണമെന്നും പ്രവിശ്യയുടെ അനൗദ്യോഗിക കണക്കനുസരിച്ച് ഏകദേശം 2,34,000 പേരോളം ഓന്റാരിയോയുടെ വിവിധ മുനിസിപ്പാലിറ്റികളിൽ ഭവനരഹിതരായി ഉണ്ടെന്നും സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ വേണ്ട വിഷയമാണിതെന്നും വാർത്താ സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. ഇസ്രായേൽ അനുകൂല പ്രകടനത്തിനു നേരെ കൈയേറ്റ ശ്രമം, ഒരാൾക്ക് കുത്തേറ്റു. നോർത്ത് യോർക്കിൽ നടന്ന ഇസ്രായേൽ അനുകൂല പ്രകടനത്തിനിടെ ഷെപ്പേർഡ് അവന്യൂവിലും ബാതസ്റ്റ് സ്ട്രീറ്റ് ഏരിയയിലും സംഘർഷമുണ്ടായി. പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായി പ്രകടനത്തെ നേരിട്ടവർ 80 വയസ്സുള്ള ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചതായാണ് പ്രാഥമിക വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട 3 പേരെ കസ്റ്റഡിയിലെടുത്തതായി യോർക്ക് റീജിയണൽ പോലീസ് അറിയിച്ചു. 10 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന അപൂർവ സൂപ്പർ മൂൺ ഇന്ന് രാത്രി കാനഡയുടെ ആകാശത്തെ പ്രകാശിപ്പിക്കുമെന്ന് ടൊറന്റോയിലെ ഡൺലാബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിന്റെ ഔട്ട്റീച്ച് കോർഡിനേറ്ററായ ഡോക്ടർ ഇലാന മക്ഡൊണാൾഡ്. പ്രധാനമായും തെളിഞ്ഞ ആകാശം തിങ്കളാഴ്ച രാത്രി പ്രതീക്ഷിക്കുന്നതിനാൽ ടൊറന്റോ സൂപ്പർ ബ്ലൂ മൂണിന് സാക്ഷ്യം വഹിക്കും. ചന്ദ്രൻ 30% തെളിച്ചവും 15% വലുതുമായി ദൃശ്യമാകുന്ന ബ്ലൂ മൂൺ പ്രതിഭാസം ദർശിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കാനഡയുടെ ശാസ്ത്രലോകം. യുക്രൈൻ സന്ദർശനം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓഗസ്റ്റ് 23-ന് മോദി യുക്രൈനിലെത്തും. പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുടെ ക്ഷണം സ്വീകരിച്ചാണ് മോദി യുക്രൈനിലെത്തുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പോളണ്ടും മോദി സന്ദർശിക്കും. ഓഗസ്റ്റ് 21-ന് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി മോദി കൂടിക്കാഴ്ച നടത്തും. സിനിമയെ നിയന്ത്രിക്കുന്നത് ക്രിമിനലുകളെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. വ്യാപക ലൈംഗിക ചൂഷണമാണ് സിനിമാ രംഗത്ത് നടക്കുന്നത്. പ്രധാന നടന്മാർക്കും ചൂഷണത്തിൽ പങ്കുണ്ട്. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. താരരാജാക്കന്മാരുടെ താൻ പ്രമാണിത്വം കൊടികുത്തി വാഴുന്ന അസമത്വങ്ങളുടെ വിളനിലമാണ് മലയാള സിനിമയെന്ന് ജസ്റ്റിസ് ഹേമ തന്റെ റിപ്പോർട്ടിൽ വിവരിക്കുന്നു. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാപ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.